ചിന്താസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ LPP ലീനിയർ പ്രോഗ്രാമിങ്ങിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 6 മാർക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. കൺസിഡർ ദി LPP എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ മിനിമൈസ് ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z=200x + 500y ആണ്. കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് നമുക്ക് വായിക്കാം. x + 2y > or = 10. അതുപോലെ 3x + 4y <= 24. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാനും ഉണ്ട് ലെസ് ദാനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം തന്നെ നോൺ നെഗറ്റീവ് തന്നിട്ടുണ്ട്. x <= or = 0, y <= or = 0. അപ്പൊ 3 കാര്യങ്ങളും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നോൺ നെഗറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രാന്റിലാണ് നമുക്ക് അതിന്റെ റീജിയൻ വരാനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ ഡ്രോ ദി ഫീസിബിൾ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്താണോ സ്ഥിരം ചെയ്യുന്നത് അതേപോലെ ചെയ്തു വയ്ക്കുക. സോൾവ് ദി LPP എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. വേർട്ടീസസ് കോർണർ പോയിന്റ്സ് നമുക്ക് കാണണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തന്നിട്ടുള്ള ആ കൺസ്ട്രെയിൻസ് എടുത്തെഴുതും അല്ലെ. തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് നമുക്ക് എടുത്തെഴുതുക. എന്നിട്ട് ഈക്വൽ ടു എന്നിട്ട് കൊടുക്കുക. ഇത് ഇനിക്വാലിറ്റി ആയിരുന്നു അല്ലെ. അപ്പൊ ഇനിക്വാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, ഇനിക്വാലിറ്റി മാറ്റുക ഈക്വൽ ടു ആക്കുക. അതുപോലെ ഈ ഇനിക്വാലിറ്റി മാറ്റുക ഈക്വൽ ടു ആക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ എക്സിന് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. yക്ക് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് x കിട്ടും. അങ്ങനെ. അപ്പൊ ഇവിടെ നോക്കൂ, എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 2y എന്ന് കിട്ടും അല്ലെ. അപ്പൊ 2y ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. 2y = 10 ആണ്. അപ്പൊ y = എന്ത് വരും? 10/2. 10/2 നമുക്കറിയാലോ. 5 × 2 ആണ് 10. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ y = എന്തെന്ന് നമ്മൾ കൊടുക്കണം? 0 എന്ന് കൊടുക്കണം അല്ലെ. y = 0 കൊടുക്കുമ്പോൾ x = എന്ത് കിട്ടി? 10. x = 10 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ടേബിൾ, ഇതേപോലെ ഒരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് എക്സിന് ആദ്യം 0 കൊടുത്തു. അപ്പോൾ y = 5 എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് yക്ക് 0 കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? x കിട്ടുള്ളൂ. അപ്പൊ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത പോലെ ഈ ടേബിളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? ആദ്യം നമ്മൾ എക്സിന് 0 കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും അല്ലെ. അത് നമുക്ക് എന്താ വരിക? എക്സിന് 0 കൊടുത്താൽ എക്സിന്റെ ടേംസ് ഒക്കെ പോയി ബാക്കി 4y = 24 എന്ന് വരും. ഇനി അപ്പൊ ഇതില് y = 24/4. 24/4 എന്താ? 6 അല്ലെ. 6 ആണ് വരിക കേട്ടാ. 6. ശരി. ഇനി ഇതേപോലെ അടുത്തത് നമുക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കുമ്പോൾ എന്താണ്? yക്ക് 0 കൊടുക്കും. അപ്പൊ x കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് സോൾവ് ചെയ്താൽ മതി? 3x. കാരണം 4 × 0 ആണ് അല്ലെ. അപ്പൊ ആ ടേം അവിടെ എന്ത് ചെയ്യും? പോവും. അപ്പൊ 3x = 24 എന്ന് വരും. x = 24/3. x = 8 എന്ന് വരും. x = 8 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ കാര്യങ്ങള് നമ്മൾ ഈ ഒരു ടേബിളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന അതേപോലെ തന്നെ നമുക്കിവിടെ എക്സിന്റെയും വൈന്റെയും മാക്സിമം എത്രയാണെന്ന് നമുക്കറിയണം. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ലൈൻ ഏതാ? ഇതല്ലേ. അതിന്റെ മാക്സിമം ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 10 ആണ് അല്ലെ. അപ്പൊ 10 വരെയുള്ള 1 സെന്റിമീറ്റർ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 ഏത് വരെ പോകണം? 10 വരെ പോകണം. ഞാനിവിടെ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് വരെ പോവും? 10 വരെ പോവും. 10 വരെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈക്ക് എന്താ സംഭവിക്കുക? y എന്ന് പറയുന്നത് ഇവിടെ 6 വരെയാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 10 വരെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 6 വരെ വേണ്ടു. അപ്പൊ ഒരു 6 വരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത് y ആണ്, ഇത് x ആണ്. നമ്മൾ മാർക്ക് ചെയ്യുന്നു, കൃത്യമായി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയ ഈ ഫസ്റ്റ് ബോക്സ് അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിൽ നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 10 ആണ്, വൈയുടെ വാല്യൂ 5 ആണ്. നോക്കിയേ, കണ്ടുവോ? എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ആ ഒരു ലൈൻ കിട്ടും.
ശരിയായോ? ഇനി ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. ഏത് ഇനീക്വാലിറ്റി ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കാണിക്കണം. കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പൊ അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് അടുത്ത ടേബിൾ നമുക്കറിയാം, ആ ടേബിളും ഇതേപോലെ വരയ്ക്കാം. അപ്പൊ അവിടെ നോക്കുമ്പോൾ x8 ആണ്. കണ്ടോ, ഞാനിവിടെ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട് കേട്ടോ. x8 ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല. അതാ. അപ്പൊ ഓക്കെ, x8 ആണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡാർക്ക് ചെയ്യണേ. അതുപോലെ 6 y എന്ന് പറയുന്നത് 6 ആണ്. ഇത് y ആണ്, ഇത് x ആണ്, നമുക്കറിയാലോ. ഇനി ഈ നമുക്ക് കിട്ടിയ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടും. ആ ലൈൻ ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കും. യെസ്, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഷെയ്ഡിങ് ആയിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷൻ കാണുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണം അല്ലെ. ഷെയ്ഡ് ചെയ്യണത് ഏത് ഭാഗത്തേക്ക്, എങ്ങനെ, ആ ലൈനിൽ എവിടെയാണ് ഷെയ്ഡിങ് വരിക, ഷെയ്ഡിങ് പോയിന്റ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ വരച്ച ഫസ്റ്റ് ലൈൻ ഒന്ന് ജസ്റ്റ് നോക്കൂ. ഇതല്ലേ നമ്മൾ വരച്ച ഫസ്റ്റ് ലൈൻ? യെസ്, കറക്റ്റ് ആണ്. അതിൽ 2 സൈഡ് ഉണ്ട്, ഒന്ന് ഈ സൈഡും ഒന്ന് ഇങ്ങോട്ടും. ഓക്കെ, നമുക്ക് 2 മാറ്റാം, 2 ഭാഗമാക്കാം, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അല്ലെ. ഇവിടെ നിന്നും പോയിന്റ്സ് എടുക്കാം, ഇതിൽ നിന്നും പോയിന്റ്സ് എടുക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും ഈസി വേ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽ ആരുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അതാണ് എന്ത്, 0 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഉള്ള ടേമും വൈ ഉള്ള ടേമും എന്ത് ചെയ്യും, ഒക്കെ 0 ആവും അല്ലെ. അപ്പൊ ഈ ഒരു ലെഫ്റ്റ് സൈഡ് മൊത്തം 0 ആവും. റൈറ്റ് സൈഡിൽ ആരുണ്ട്, 10 കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിക്വാലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇനിക്വാലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കിട്ടുന്ന. അപ്പൊ ഇത് ശരിയാണോ? 10നേക്കാൾ വലുതാണോ 0? അല്ല അല്ലെ. അപ്പൊ ഈ ഒരു ഇനിക്വാലിറ്റി തെറ്റാണ്, ഫോൾസ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ ഫോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ പോയിന്റ് എടുത്തത് ആ പോയിന്റിലുള്ളിടത്തേക്ക് വരയ്ക്കാനായിട്ട്, ലൈൻസ് വരയ്ക്കാനായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഓപ്പോസിറ്റ് വരയ്ക്കണം. ഓക്കെ, അങ്ങനെ വരച്ചിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. കണ്ടോ, മൂളിക്ക് വരച്ചു. അതാണ് ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ ഒന്നും പാടില്ല, ഇവിടെ ഒന്നും ഇല്ല. ഇവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈൻസ് വരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലൈൻ ജസ്റ്റ് നോക്കുക. അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏത് ലൈനാന്നുള്ളത്. അപ്പൊ മാർക്ക് ചെയ്യാനായിട്ട് നോക്കണം. ഇവിടെ ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കൂ. അത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ഭാഗം, നമുക്ക് ആ ഒരു ലൈനിന്റെ 2 ഭാഗം എടുക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോയിന്റ് തന്നെ എടുക്കാൻ പറ്റും. ഏത് പോയിന്റ്, 0 0 0 എടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ്, ഇപ്പം 0 0 എടുക്കണം എന്നില്ല. അതപ്പൊ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്താ അർത്ഥം, 1 0 ആണ്. 1 0 ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ട് ചെയ്യാം. പൊതുവെ 0 0 വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. എവിടേക്കാണ് ലൈൻസ് വരയ്ക്കേണ്ടത് എന്ന് നമുക്ക് അറിയണില്ല. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മള്, നമ്മള് എക്സിനും വൈക്കും 0 കൊടുക്കും. കാരണം നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് 0 0 ആണ്. അപ്പൊ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആവും. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഇനി ഇത് ട്രൂ ആണോ, 0നേക്കാൾ വലുത് 24 ആണോ? ആണ്. അപ്പൊ അത് ട്രൂ ആണെന്ന് കിട്ടിയിട്ടാ. ആ കണ്ടീഷൻ, ആ ഇനിക്വാലിറ്റി കറക്റ്റ് ആണ് എന്നാണ് മീനിങ്. അപ്പൊ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരയ്ക്കണം. കേട്ടോ. അപ്പൊ എവിടേക്ക് വരും, ഇങ്ങനെ. ഓക്കെ, വരുന്ന കോമൺ ഏരിയ 2 രീതിയിൽ വരച്ചപ്പോഴും ഇത് പാസ് ചെയ്തു. ഇങ്ങനെ വരയ്ക്കുമ്പോഴും ഇങ്ങനെ വരച്ചപ്പോഴും ഏതിലൂടെ പാസ് ചെയ്തു, ഈ ഒരു റീജിയനിലൂടെ, ഈ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്തു. അപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ കിട്ടും. ഇതിനെ ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊടുത്തോട്ടാ. നിങ്ങൾക്ക് ഈ ABC തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഈ ABC കണ്ടുപിടിക്കണം, ഏതൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കണം. അത് നമ്മുടെ ടാസ്ക് തന്നെയാണ്.
അപ്പൊ എ ബി സി നോക്കുമ്പോൾ ആദ്യത്തെ എ ആണ്. അപ്പൊ നമുക്ക് സുഖമായിട്ട് കിട്ടി. ഇതിൽ എക്സ് കാണാൻ എക്സ് ഇല്ല, വൈയിലാണ് നമുക്ക് ആ പോയിന്റ് കാണാനുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0. വൈയിലെ പോയിന്റ് 6 അല്ലേ, 6. ഇനി ബി നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇത് ബിയുടെ പോയിന്റ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. ബിയുടെ പോയിന്റ് ആണ് 0. എന്ത് വരും? വൈയിലെ പോയിന്റ് 5 ആയി കാരണം 5. പക്ഷെ സിയിലെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയുന്നില്ല അല്ലെ. സിയിലെ പോയിന്റ് അറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആകെ 2 ലൈനേ ഉള്ളൂ. ആ 2 ലൈനും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ആ സി കിട്ടുന്നത് അല്ലെ. ആ 2 ലൈനും ജസ്റ്റ് ഇന്റർസെക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സി കിട്ടിയത്. അപ്പൊ സി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യണം. ലീനിയർ ഇക്വേഷൻസ് ആണ്, അത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഈ 2 ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് എക്സ് ഏതാ, ഈ ഒരു ഇക്വേഷൻ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 ആണ്. അപ്പൊ ഈ എക്സിനെ ഈ സൈഡിൽ ഇവിടെ തന്നെ നിർത്താം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും എനിക്ക്? സോറി, എക്സ് ഈക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ 10 ഉണ്ട്, മറക്കരുത്. ഈ 2yനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, 2y എന്ന് എഴുതാം. അത് തന്നെയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഒരു എക്സ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 എന്നാണ്. പക്ഷെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് വേണ്ട, ഈക്വൽ ടു മതി. അപ്പൊ 24. ഇനി എക്സിന്റെ വാല്യൂയിൽ കൊടുക്കാം. അപ്പൊ 3 ഇൻറ്റു എക്സ് നമുക്ക് എന്താണ് ഇപ്പൊ എഴുതി വെച്ചേക്കണേ? 10 മൈനസ് 2y അല്ലെ, പ്ലസ് കേട്ടോ, ഈക്വൽ ടു അല്ല പ്ലസ് 4y ഈക്വൽ ടു 24. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഇപ്പൊ വേരിയബിൾ എന്ത് മാത്രമായി? ഇപ്പോ y മാത്രമായി അല്ലെ. അപ്പൊ y കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി 3 ഇൻറ്റു 10, 3 ഇൻറ്റു 10 എന്താ? 30 മൈനസ് 3 ഇൻറ്റു 2, 3 ഇൻറ്റു 2 6 ആണ് അല്ലെ, 6y എന്ന് വരും. പ്ലസ് 4y ഈക്വൽ ടു 24. ഇനി ഇവിടെ നമ്പേഴ്സ് ഉണ്ട്, ഈ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എല്ലാ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മള് 24നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേമിനെ സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ 6 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ മൈനസ് 6 പ്ലസ് 4 എന്താ? യെസ്, മൈനസ് 2y ഈക്വൽ ടു എന്തെന്ന് വരും? 0. ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? 6 ഈക്വൽ ടു 2y. 6 ഈക്വൽ ടു 2y വരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി ഓക്കെ അല്ലാത്തവരും ഒന്ന് ബാക്കിക്ക് എടുത്തിട്ട് കാണാം. അപ്പൊ 2y ഈക്വൽ ടു 6 അല്ലെങ്കിൽ 6 ഈക്വൽ ടു 2y. അതിൽ നിന്ന് നമുക്ക് y കാണാലോ, 6/2 ഈക്വൽ ടു 3. ഇനി നമുക്കറിയാം ഇക്വേഷൻ അറിയണതാണ്. എക്സ് എന്താണ്? 10 മൈനസ് 2y ചെയ്തിട്ടാണ് കിട്ടുക എന്നുള്ളത്. അപ്പൊ അതില് 10 മൈനസ് 2 അതേപോലെ ചെയ്താൽ വൈയുടെ വാല്യൂ നമുക്ക് അറിയാം, അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 10 മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് നമുക്കറിയാം 6 ആണ്. അപ്പൊ 10 മൈനസ് 6 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4 അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 3 എന്നും കിട്ടും. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി അതിൽ കൊടുക്കുക. അപ്പോ ജസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കൂ കേട്ടോ. എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. സി എന്ന് പറയുമ്പോൾ എക്സ് ഇവിടെ 4 ആണ്, വൈ ഇവിടെ 3 ആണ്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്തു? കൃത്യമായിട്ട് പോയിന്റ്സ് ഒക്കെ കിട്ടി. ഇനി നമ്മുടെ ഉദ്ദേശം എന്താ? ഇവിടെ കോർണർ പോയിന്റ്സ് കിട്ടി. കോർണർ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോളം വരയ്ക്കുക, കോർണർ, പിന്നെ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് സെഡ്. അങ്ങനെ എഴുതുന്നില്ല. സെഡ് ഈക്വൽ ടു 200x പ്ലസ് 500y എന്ന് പറഞ്ഞിട്ട് 2 കോളം വരയ്ക്കാം. നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സോൾവ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ മാക്സിമം മിനിമം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ? മിനിമം മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എല്ലാം ചെയ്യേണ്ടി വരും, എന്നാലും നമുക്ക് മാക്സിമം മിനിമം ആണോ എന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കുക കേട്ടാ. അപ്പൊ എ എനിക്കറിയാം, ബി അറിയാം, സിയും അറിയാം, അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു. അപ്പൊ എക്സിന്റെ പ്ലേസിൽ നമ്മുടെ എക്സിന്റെ വാല്യൂ 0 ആണ് ഇതിൽ അല്ലെ. വൈയുടെ വാല്യൂ 6 ആണ്. അപ്പൊ 6 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 500 ഇൻറ്റു 6 അല്ലെ. 500 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 300. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 500 ഇൻറ്റു 5 2500. ഇവിടെ 3000 കിട്ടി, ഇവിടെ 2500 കിട്ടി.
ഇനി 4ഉം 3 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 4ഉം 3ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന്റെ പ്ലേസിൽ 4, വൈയുടെ പ്ലേസിൽ 3 കൊടുക്കുമ്പോൾ 200 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 800, 500 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 1500 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500. ഇനി ഇത് പ്ലസ് ചെയ്യുക. അത് പ്ലസ് ചെയ്യാൻ ഇന്ത്യ ഒക്കെ അറിയുന്നു വിചാരിക്കുന്നു, അങ്ങനെ വിചാരിക്കുന്നു, കാരണം +2 സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ എന്തായാലും പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. The minimum value of set occur at solution is set എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? 200 into 4 പ്ലസ് 500 into 3. കാരണം എന്താ? മിനിമം വാല്യൂ കിട്ടിയത് ഏതിലാ? 3000 ആണോ 2500 ആണോ 2300 ആണോ മിനിമം? ചെറിയ വാല്യൂ ഏതാണ്? സി. അപ്പൊ സിയിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? മിനിമം വാല്യൂ കിട്ടിയത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? സി ആണ് നമ്മുടെ പോയിന്റ്. മിനിമം നമുക്ക് വാല്യൂ കിട്ടുന്ന പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുക സി ആണ്. അപ്പൊ ഇതുവരെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ത് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ അതേ സെയിം രീതിയിൽ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സും വൈ ഒക്കെ സോൾവ് ചെയ്തെടുക്കണം. എക്സിന് 0 കൊടുക്കുക, അപ്പോൾ വൈ കിട്ടും. വൈക്ക് 0 കൊടുത്താൽ എക്സ് കിട്ടും. ഇതേപോലെ ഈ രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു എന്നൊക്കെ ആക്കിയിട്ട് എക്സ് ഈക്വൽ ടു 0 കൊടുക്കും, അപ്പോൾ വൈ കിട്ടും. വൈ ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. നമുക്കിവിടെ കിട്ടിയത് ഏതാണ്? ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ y ഈക്വൽ ടു 8, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പ്ലസും മൈനസും ഒക്കെ അറിയുന്നത് കൊണ്ട് പ്ലസ് ചെയ്യാനൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് y ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടി? 8. ശരിയായല്ലോ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x പ്ലസ് 0 ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇതേപോലെ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 0 പ്ലസ് 5y ഈക്വൽ ടു 15 എന്ന് വരും. അപ്പൊ 5y ഈക്വൽ ടു എന്ത് വരും? 15. അപ്പൊ y ഈക്വൽ ടു ഈ 5 ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 15/5 എന്ന് വരും അല്ലെ? y ഈക്വൽ ടു, അപ്പോൾ y ഈക്വൽ ടു 15/5 പറയുമ്പോൾ 3. ശരിയല്ലേ? ശരിയാണ്. ഇനി y ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ y ഉള്ള ടേം പോവും. 3x ഈക്വൽ ടു 15 വരും. അപ്പൊ x ഈക്വൽ ടു 15/3. x ഈക്വൽ ടു 15/3 എന്ന് പറയുമ്പോൾ 5. x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടും. ശരിയായല്ലോ. ഓക്കെ. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സിനും വൈക്കും എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഓക്കെ. അങ്ങനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈനിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മളിപ്പോ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അല്ലെ? റോഡൊക്കെ വരയ്ക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട് എന്നൊക്കെ പറയണ പോലെ. ഓക്കെ. അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട് എന്ന് പറയില്ലേ നമ്മള്. അപ്പോ അങ്ങനെ. അപ്പൊ ഇവിടെ ഒരു പീഡിയ ഉണ്ട്, ഒരു കട ഉണ്ട്, ഇവരായിരിക്കും ഇവിടെ ഒരു കട ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് പോയിന്റ്സ് എടുക്കുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുക. ഇവിടുത്തെ കടയുടെ പോയിന്റ്സ് നമുക്ക് കിട്ടണില്ലേ? ഏത് പോയിന്റിലാണ് ആ കട ഉള്ളത് നമുക്ക് മനസ്സിലാവണില്ലേ? പക്ഷെ ഈ കട ഉള്ളത് കറക്റ്റ് 00-ലാണ്. ഇപ്പുറത്തും ഒരു കട ഉണ്ട് വിചാരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 30 ഉണ്ട് ഈ കട, ഇവിടെ ഒരു 30 കട ഉണ്ട് വിചാരിക്കാം. അങ്ങനെയും പറയാം. 30 ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ 3 കൊടുക്കാം, വൈയുടെ വാല്യൂ 0 കൊടുക്കാം. അങ്ങനെയും സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ നമുക്ക് എളുപ്പ വഴിയാണ് വേണ്ടത്. 00 എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുത്താൽ എക്സും വൈ ഒക്കെ എന്തായി മാറും? 0 ആവും അല്ലെ? അപ്പൊ 0 ഇനിക്വാലിറ്റി മാറാതെ നോക്കണേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ് ഇതിലുള്ളത്. അപ്പൊ 0 എടുത്താൽ നമ്മൾ ഇവിടെ നിന്നാണ് പോയിന്റ് എടുത്തത്, ഇവിടെ നിന്നല്ലേ? അപ്പൊ ഈ ഒരു ഭാഗം ഇൻക്ലൂഡ് ചെയ്യാതെ വരയ്ക്കണം. ഈ ഒരു ഇതാണ് ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ഫോൾസ് കിട്ടിയ കാരണമാണ് എന്ത് ചെയ്തത്? അങ്ങനെ ചെയ്തേ. ഇനി രണ്ടാമത്തെ ഇക്വേഷനും ഇതേപോലെ സോൾവ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പൊ സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ ഭാഗത്തും വൈയുടെ ഭാഗത്തും 0 കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അത് ട്രൂ ആണ് അല്ലെ? ട്രൂ ആണ് കിട്ടുക. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ പോയിന്റ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കണം.
ലെഫ്റ്റ് റൈറ്റ് എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സാർക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാൻ പറ്റും വേണമെങ്കിൽ, ഈ ഒരു ലൈൻ വരച്ച് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷെ അതാണ് നമ്മുടെ കോൺസെപ്റ്റ് അല്ല. എവിടെയാണോ പോയിന്റ് എടുക്കുന്നത് അങ്ങോട്ട് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എക്സാമിനെ തെറ്റി വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇവിടെ ഒരു ഫീസിബിൾ റീജിയൻ കാണാൻ പറ്റുമോ, ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവോ, ഇല്ല. അപ്പോ നമുക്കൊരു കോമൺ ഏരിയ ഇവിടെ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ഫീസിബിൾ സൊല്യൂഷനും ഫീസിബിൾ റീജിയനും ഒന്നും മാക്സിമം മിനിമം ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. ഓക്കെ, there is no feasible solution. മാക്സിമം സൊല്യൂഷൻ ഇല്ല, മിനിമം സൊല്യൂഷനും ഇല്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഇങ്ങനെയും ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇതൊരു ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് റീജിയൻ ആണ്. ഒരു ഹോംവർക്ക് ആണ്, ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഹോംവർക്ക് സോൾവ് ചെയ്യുക. നമ്മൾ ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് പറയുന്നതാണ്. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ പറഞ്ഞോളൂ കേട്ടോ, കമൻ്റായിട്ട് പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മൾ വരുള്ളൂ. ഈ ചാപ്റ്ററിൽ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്നായി പഠിക്കുക. പഠിച്ച എന്നുള്ളത് മാത്രമല്ല, ചെയ്ത് കണ്ടുപഠിക്കുക എന്നുള്ളത് മാത്സിൽ പറയാനായിട്ട് പറ്റില്ല. മാത്സിൽ നമുക്ക് ചെയ്യുമ്പോൾ കണ്ടുപഠിക്കുക എന്നുള്ളതിന് ഒരു രീതിയിലും പറ്റില്ല. പ്രത്യേകിച്ചും നമുക്ക് എന്ത് ചെയ്തു, സപ്ലി കിട്ടിയതാണ്, ഇനി കണ്ടുപഠിക്കുക. ഞാനത് കണ്ടുപഠിച്ചു എനിക്കെല്ലാം മനസ്സിലായി എന്ന് വെച്ചിട്ടിരിക്കരുത്. അതിലൊരു കാര്യവുമില്ല. നമ്മൾ എത്ര ഭംഗിയിൽ ക്ലാസ് എടുക്കുന്ന ആരായാലും, ക്ലാസ് ആര് നന്നായി ക്ലാസ് എടുത്തു, ആ ക്ലാസ് കേട്ടു കണ്ടു, ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കും. അങ്ങനെയുള്ള ആ കഴിവ് പറ്റുന്ന കുട്ടികളും ഉണ്ട്, എന്നാൽ പറ്റാത്ത കുട്ടികളുണ്ട്. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കാം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളെല്ലാവരും ഇനി ചെയ്ത് പഠിച്ചോ, പഠിച്ചേ പറ്റൂ. നോക്കുക,